അനൗൺസ്മെന്റ് മുതൽ പ്രതീക്ഷയുടെ കൊടുമുടിയിലെത്തിച്ച ചിത്രമെന്ന് കളങ്കാവലിനെ വിശേഷിപ്പിക്കാം. വിനായകൻ നായകനാകുന്ന ചിത്രത്തിൽ മമ്മൂട്ടി വില്ലനാകുന്നു എന്നതായിരുന്നു കളങ്കാവലിന് പ്രതീക്ഷ വയ്ക്കാനുള്ള ഏറ്റവും വലിയ കാരണം. ഷൂട്ട് തീർന്നിട്ടും റിലീസാകാൻ വൈകുന്നതിൽ ചെറിയൊരു നിരാശയുണ്ടായിരുന്നു. എന്നാൽ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേനെന്ന രജനി ഡയലോഗ് ഓർമ്മപ്പെടുത്തും വിധമായിരുന്നു കളങ്കാവലിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ്. മമ്മൂട്ടിയുടെ വില്ലൻ കഥാപാത്രം എങ്ങനെയാകുമെന്നത് തന്നെയായിരുന്നു ആകാംക്ഷയുണ്ടാക്കിയ എലമെന്റ്. 420 സിനിമകൾ ചെയ്ത ഒരു നടൻ അയാളുടെ 421ാമത്തെ സിനിമ ചെയ്യുമ്പോൾ മുൻപ് കണ്ട ഒരു മാനർസം പോലും ആവർത്തിക്കാത്തത് തന്നെയാണ് മമ്മൂട്ടിയുടെ വിജയം. റിലീസിന് മുമ്പ് കളങ്കാവലിന്റെ കഥയെക്കുറിച്ച് ധാരാളം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അണിയറ പ്രവർത്തകർ അതിനെക്കുറിച്ച് അധികം സംസാരിച്ചതുമില്ല. എന്താണ് കളങ്കാവലിന്റെ കഥയെന്നും മമ്മൂട്ടിയുടെ കഥാപാത്രം എന്താണെന്നുമുള്ള മുൻവിധിയില്ലാതെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഞെട്ടിയിരിക്കും. അതിനു മാത്രമുള്ള പരിപാടികൾ മമ്മൂട്ടി ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കേരള തമിഴ്നാട് അതിർത്തിയിൽ നടന്ന വർഗീയ ലഹളയെക്കുറിച്ച് അന്വേഷിക്കുന്ന ജയകൃഷ്ണൻ എന്ന പോലീസ് ഓഫീസർ പിന്നീട് എത്തി നിന്നത് വലിയൊരു സമസ്യയിലേക്കാണ്. അത് അയാൾ എങ്ങനെ പൂർത്തിയാക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ കഥ. 2005-2012 കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. ഒരു പരിധിവരെ ആ കാലം പുനഃസൃഷ്ടിക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലേക്ക് സ്വല്പം കാറ്റാൻവാസ് പ്ലേ കൂടി ഉൾപ്പെടുത്തിയ കഥ പറച്ചിലാണ് ചിത്രത്തിൻ്റെത്. ഒരുപാട് കൊമേഴ്ഷ്യൽ എലമെന്റുകൾക്ക് സാധ്യതയുണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് റിയലിസ്റ്റിക് അപ്രോച്ചാണ് അണിയറ പ്രവർത്തകർ കൈക്കൊണ്ടത്. അത് സിനിമയ്ക്ക് കൂടുതൽ ഗുണം ചെയ്തിട്ടുമുണ്ട്. ആദ്യ സീൻ മുതൽ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത് വരെയുള്ള സീൻ അതിഗംഭീരമായി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്തൊക്കെ നടക്കുന്നതിന്റെ വെറും സാമ്പിൾ മാത്രമായിരുന്നു ആ സീക്വൻസ്. ഏറ്റവും ഹൈ ആയിട്ടുള്ള മൊമെന്റിൽ ഇന്റർവെൽ സീൻ പ്ലേസ് ചെയ്തതും വേറെ ലെവലായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഡൗൺ ആകുന്ന എന്ന പോയിന്റിൽ നിന്ന് പടം ടോപ്പ് ഗിയറിലായി. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിച്ച ടെയിലന്റ് മാറ്റി നിർത്തിയാൽ കളങ്കാവൽ ഈ വർഷത്തെ ടോപ്പ് സിനിമകളിലൊന്നായി മാറിയിട്ടുണ്ട്. പ്രകടനങ്ങളുടെ കാര്യം നോക്കിയാൽ മമ്മൂട്ടിയുടെ പീക്ക് പെർഫോമൻസ് തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ആവശ്യമുള്ളപ്പോൾ മാത്രം ഉള്ളില് വിഷം പുറത്തെടുക്കുന്ന ബുദ്ധിമാനായ സർപ്പത്തെ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം. ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ചെയ്യാമെന്ന തന്നിലെ നടന്റെ ദാഹമാണ് ഇങ്ങനെ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കാൻ മമ്മൂട്ടിയെ പ്രേരിപ്പിച്ച ഘടകം. രാജമാണിക്യത്തിന് ശേഷം തിരുവനന്തപുരം സ്ലാങ് പറയുന്ന മമ്മൂട്ടി ശരിക്കും സർപ്രൈസ് ഫാക്ടർ ആയിരുന്നു. അതും രാജമാണിക്യത്തിൽ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായി മാർത്താണ്ഡം ഭാഗത്തെ സ്ലാങ് സിംഗ് സൗണ്ടിൽ സംസാരിക്കുക എന്ന ടാസ്ക് അദ്ദേഹത്തിന് കേക്ക് വാക്കായിരുന്നു എന്ന് പറയാം. കഥയുടെ ഒരു ഘട്ടത്തിലും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനൊപ്പം നിൽക്കാൻ പ്രേക്ഷകർക്ക് തോന്നാത്തിടത്താണ് അദ്ദേഹത്തിന്റെ വിജയം. കഥയിലെ നായകനായ വിനായകൻ പവർ ഹൗസ് പെർഫോമർ എന്ന് സംശയമില്ലാതെ പറയാനാകും. നത്ത് എന്ന് വിളിപ്പേരുള്ള ജയകൃഷ്ണൻ വിനായകന്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളിലൊന്നാണ്. 2.5 മണിക്കൂർ സിനിമയിൽ ആദ്യം മുതൽ മമ്മൂട്ടി സ്കോർ ചെയ്തെങ്കിൽ ക്ലൈമാക്സ് തൂക്കിയത് വിനായകൻ തന്നെയാണ്. വെറും ഡയലോഗ് കൊണ്ട് മാസിന്റെ അങ്ങേയറ്റമാണ് വിനായകൻ കാഴ്ചവെച്ചത്. DSRയ്ക്ക് ശേഷം ജിബിൻ ഗോപിനാഥും കളങ്കാവലിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്ലാങ് ജിബിനിലും ഭദ്രമായിരുന്നു. അസീസ് നെടുമങ്ങാട്, ബിജു പപ്പൻ എന്നിവരും കുറച്ച് സീനുകൾ കൊണ്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. 21 നായികമാരും അവരുടെ ഭാഗം ഭംഗിയാക്കിയിട്ടുണ്ട്. ശ്രുതി രാമചന്ദ്രൻ, രജിഷ വിജയൻ, ഗായത്രി അരുൺ എന്നിവർ ഗംഭീരമാക്കി. എക്കോയ്ക്ക് ശേഷം തന്റെ സംഗീതം കൊണ്ട് കളങ്കാവലിലും ഞെട്ടിക്കാൻ മുജീബ് മജീദിന് സാധിച്ചിട്ടുണ്ട്. നിലാക്കായും എന്ന ഗാനം സിനിമയിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് ചില്ലറയല്ല. ഒപ്പം മിനിമൽ ആയിട്ടുള്ള എന്നാൽ കഥയോട് ചേർന്ന് നിൽക്കുന്ന പശ്ചാത്തല സംഗീതവും കൊണ്ട് സിനിമയെ താങ്ങി നിർത്താൻ മുജീബിന് സാധിച്ചിട്ടുണ്ട്. പ്രവീൺ പ്രഭാകർ ഒരു പ്രത്യേക കുതിരപ്പവൻ അർഹിക്കുന്ന എഡിറ്റിംഗ് ആണ് പ്രവീൺ കളങ്കാവലിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ജിഗ്സോ പസിൽ പോലെ ചിതറിക്കിടക്കുന്ന രംഗങ്ങളെ അടുക്കി വെച്ച തരത്തിൽ സിനിമയൊരുക്കാൻ പ്രവീണിന്റെ കട്ട്സ് വഹിച്ച പങ്ക് ചെറുതല്ല. ആദ്യ പകുതിയിൽ കാണിച്ച 20 മിനിറ്റോളം വരുന്ന ഒരു സീക്വൻസ് ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഗംഭീരമായ ഒന്നാണ്. ഫൈസൽ അലി ഒരുക്കിയ ഫ്രെയിമുകൾ രാത്രി ഒരേ സമയം മനോഹരമായും അതേസമയം അതിന്റെ ഭീകരതയും ഒപ്പിയെടുക്കാൻ ഫൈസലിന് സാധിച്ചിട്ടുണ്ട്. നാഗർകോവിൽ ഭാഗത്തെ ഗ്രാമഭംഗിയുമെല്ലാം ഒപ്പിയെടുത്തതും കയ്യടി അർഹിക്കുന്നു. ആദ്യ സിനിമയാണെന്ന യാതൊരു തോന്നലും വരുത്താതെ ഈ രീതിയിൽ ചിത്രമൊരുക്കിയ ജിതിൻ കെ ജോസ്. അനാവശ്യ രംഗങ്ങളൊന്നും കുത്തിക്കയറ്റാത്ത സ്ക്രിപ്റ്റാണ് സിനിമയുടെ ഹൈലൈറ്റ്. വില്ലനോട് സഹതാപം തോന്നിക്കുന്ന തരത്തിൽ ഫ്ലാഷ് ബാക്ക് വെക്കാതിരുന്നതിന് ജിതിന് പ്രത്യേക കൈയ്യടി നൽകുക. കൊടുത്ത ഹൈപ്പിന് പരമാവധി നീതി പുലർത്തിക്കൊണ്ട് ഈ വർഷം വന്ന മികച്ച സിനിമകളുടെ പട്ടികയിൽ കളങ്കാവലിനെയും ഉൾപ്പെടുത്താം.